ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സൂര്യയും രഞ്ജിത്തും വിജയനും കൂടി ക്രിക്കറ്റ് കളിക്കാൻ നിൽക്കുകയാണ്. സൂര്യ രഞ്ജിത്തിനോട് ബാറ്റ് ചെയ്യാൻ പറയാണ്. സൂര്യയാണ് ബോൾ എറിഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ എല്ലാവരും കൂടി അവിടേക്ക് വരികയാണ്. ഇവരുടെ കളി കാണുന്ന സമയത്ത് നന്ദിനിയും രാജുവേട്ടനും ആത്മയും യതീന്ദ്രനും വന്ദനയും ഉദയനും വീതയും ഇന്ദ്രജയും ഹരിതയും അങ്ങനെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഉദയനും ഹരിതയും പറയുന്നുണ്ട്, രഞ്ജിത്ത് നല്ല കളിക്കാരനാണ്, അവനെ തോൽപ്പിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. എല്ലാവരും രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ്. നന്ദിനിയും രാജുവേട്ടനും ഇന്ദ്രനുമാണ് സൂര്യക്ക് സപ്പോർട്ടായി നിൽക്കുന്നത്. അങ്ങനെ ആദ്യത്തെ ബോൾ തന്നെ സൂര്യ രഞ്ജിത്തിന് എറിഞ്ഞു കൊടുത്തതോടുകൂടി അത് അടിക്കാൻ പോലും രഞ്ജിത്തിന് കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ ഹരിതയുടെ മുഖം അങ്ങ് വാടിപ്പോവാണ്. ആദ്യത്തെ ബോൾ തന്നെ അങ്ങ് പോയല്ലോ എന്നുള്ള ഭാവത്തിൽ കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ബോൾ അടിച്ചു കൊടുക്കുമ്പോൾ 4 അടിക്കുകയാണ് രഞ്ജിത്ത്. അത് കണ്ടപ്പോൾ ഹരിത അങ്ങനെ അഹങ്കരിക്കുകയാണ്. എന്നിട്ട് രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. എല്ലാവരും കൈയടിക്കുകയാണ് രഞ്ജിത്തിനെ സപ്പോർട്ട് ചെയ്തിട്ട്. ഹരിത പറയാണ്, 2 ബൗൾ എറിഞ്ഞതിൽ 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട് എന്ന് പറയട്ടെ. അങ്ങനെ മൂന്നാമത്തെ ബൗളിൽ വീണ്ടും 2 തവണ ഓടിയത് കൊണ്ട് 2 പോയിന്റ് കിട്ടുകയാണ്. അപ്പോൾ ഹരിത പറയാണ് 6 പോയിന്റ് കിട്ടി, 3 ബൗളിൽ 6 പോയിന്റ് കിട്ടി. അങ്ങനെ 4ാമത്തെ ബൗൾ എറിഞ്ഞതോടുകൂടി രഞ്ജിത്തിന് പിന്നെ ആ ബൗൾ അടിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അപ്പോൾ വീണ്ടും ഹരിതയുടെ മുഖം അങ്ങ് വാടിപ്പോവാണ്ട്. അപ്പോൾ ഉദയന്റെ മുഖവും വാടുന്നുണ്ട്. എന്നിട്ട് 5ാമത്തെ ബൗൾ അടിക്കുമ്പോൾ അതിൽ 4 അടിക്കുകയാണ് രഞ്ജിത്ത്. അങ്ങനെ 5 ബൗളിൽ 10 പോയിന്റ് കിട്ടി എന്ന് പറയട്ടെ. അങ്ങനെ രഞ്ജിത്ത് 6ാമത്തെ ബൗൾ വീണ്ടും അടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ 10 പോയിന്റ് കിട്ടിയതോട് കൂടി ഹരിത പറയാണ്, ഇനിയിപ്പോൾ 11 പോയിന്റ് കിട്ടിയാൽ മാത്രമാണ് സൂര്യക്ക് ജയിക്കാൻ കഴിയൂ എന്ന് പറയട്ടെ. അങ്ങനെ സൂര്യയുടെ അടുത്തേക്ക് രഞ്ജിത്ത് വന്ന് പറയുകയാണ്, 11 പോയിന്റ് കിട്ടിയ സൂര്യ നീ ജയിച്ചു എന്ന് പറയട്ടെ. അപ്പോൾ സൂര്യക്കാണെങ്കിലോ 11 പോയിന്റ് എന്ന് പറയുമ്പോൾ അത് നിഷ്പ്രയാസം എനിക്ക് 6 അടിച്ചാൽ തന്നെ കിട്ടാവുന്നതേ ഉള്ളൂ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ സൂര്യ കളിക്കാൻ ഒരുങ്ങുന്നത്. അങ്ങനെ രാജുവേട്ടനും നന്ദിനിയും സൂര്യയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയാണ്. യതീന്ദ്രനും സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ. അങ്ങനെ സൂര്യ കളിക്കാൻ ഇറങ്ങിയതോടുകൂടി ബാക്കിയുള്ളവരുടെ മുഖമൊക്കെ വാടിപ്പോവാണ്. പത്മയുടെ മുഖം പോലും വാടിപ്പോവുകയാണ് കേട്ടോ. പത്മയുടെ മനസ്സിലൊക്കെ സൂര്യ തോൽക്കും, രഞ്ജിത്തിനെ ജയിക്കാൻ സൂര്യക്ക് കഴിയില്ല എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ രഞ്ജിത്ത് ആദ്യത്തെ ബൗൾ എറിഞ്ഞതോടുകൂടി സൂര്യ 4 അടിക്കുകയാണ് കേട്ടോ. അതോടുകൂടി ഇതയുടെ മുഖം അങ്ങ് വാടിപ്പോവാണ്. ആദ്യത്തെ ബൗൾ തന്നെ സൂര്യ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഭാവത്തിലിട്ട്. അപ്പോൾ നന്ദിനിക്കും രാജുവേട്ടനും ഇത് കാണുമ്പോൾ സന്തോഷമാവാണ് കേട്ടോ. അങ്ങനെ 2ാമത്തെ ബൗളിലും സൂര്യ 6 അടിക്കുകയാണ്. അതോടുകൂടി സൂര്യക്ക് 10 എന്നുള്ള പോയിന്റ് കിട്ടുകയാണ് കേട്ടോ. അത് കണ്ടപ്പോൾ വീണ്ടും അവർക്ക് ദേഷ്യം വരികയാണ്. അങ്ങനെ സൂര്യത്തെ ബൗൾ എറിയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് സൂര്യയുടെ കയ്യിലുള്ള ബാറ്റിൻ്റെ പിടുത്തം അങ്ങ് പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ശരിയാക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ ഹരിത രഞ്ജിത്തിനെ കണ്ണോട് കാണിക്കുകയാണ്. ഈ ഗ്യാപ്പിൽ സൂര്യ ഇപ്പോൾ ശ്രദ്ധയില്ലാതെയാണ് നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് തന്നെ നീ അവനെ തോൽപ്പിക്കണം എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ കണ്ണോട് കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ രഞ്ജിത്ത് കള്ളക്കളി കളിക്കുകയാണ്. എന്നിട്ട് രഞ്ജിത്ത് സൂര്യ ശ്രദ്ധിക്കുന്നില്ല എന്ന് കാണുമ്പോൾ 3ാമത്തെ ബൗൾ നേരെ സ്റ്റെമ്പിലേക്ക് എറിയുകയാണ് കേട്ടോ. അതോടുകൂടി ഔട്ട് എന്നങ്ങ് പറഞ്ഞ് അലറുകയാണ് കേട്ടോ. അപ്പോൾ ഹരിതയടക്കം എല്ലാവരും സൂര്യ തോറ്റു എന്ന് പറഞ്ഞ് അലറുകയാണ്. അപ്പോൾ പെട്ടെന്ന് സൂര്യ തന്നെ അങ്ങ് അന്തം വിടുകയാണ് കേട്ടോ. എന്തിന്, ഞാൻ ശ്രദ്ധയില്ലാതെ നിൽക്കുകയാണല്ലോ, ഞാൻ കളിക്കാൻ റെഡിയായി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഫീൽഡിൽ നിൽക്കുന്ന ആളും പറഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് അളിയൻ എങ്ങാനും റെഡിയായി എന്ന് കാണിച്ചിട്ടില്ലല്ലോ എന്ന് പറയട്ടെ. അപ്പോൾ വിജയൻ തന്നെ അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. ഇത് കള്ളക്കളിയാണ് എന്നുള്ളത് വിജയന് മനസ്സിലാവാണ്. കാരണം വിജയൻ പോലും സിഗ്നൽ കൊടുക്കാതെയാണ് രഞ്ജിത്ത് സൂര്യയ്ക്ക് വേണ്ടി മനഃപൂർവ്വം കള്ളക്കളി കളിക്കുന്നത്. അങ്ങനെ സൂര്യയെ തോൽപ്പിക്കാൻ വേണ്ടി എല്ലാവർക്കും മുന്നിൽ നാണം കെടുത്താൻ വേണ്ടി. പക്ഷേ കൂടി നിൽക്കുന്ന എല്ലാവരും തന്നെ സൂര്യ തോറ്റു എന്ന് പറഞ്ഞ് കൈയടിക്കുകയാണ്. രഞ്ജിത്ത് ജയിച്ചു, സൂര്യ തോറ്റു, 3ാമത്തെ ബൗളിൽ സൂര്യ ഔട്ടായി എന്നുള്ള ഭാവത്തിലിട്ട്. അങ്ങനെ സൂര്യ ജയിക്കുമെന്നുള്ളത് രഞ്ജിത്തിനും ഹരിതയ്ക്കും മനസ്സിലായത് കൊണ്ട് അവർ കള്ളത്തരം കാണിക്കുകയാണ്. ഉദയനടക്കം മനസ്സിലാകുന്നുണ്ട് സൂര്യ ജയിക്കുകയാണെന്നുള്ളത്. അതോടുകൂടി അവരെല്ലാവരും സൂര്യ തോറ്റു എന്ന് പറഞ്ഞ് ആർത്തു വിളിക്കുകയാണ്. അപ്പോൾ നന്ദിനിക്കും രാജുവേട്ടനും യതീന്ദ്രനും മനസ്സിലാവാണ് ഇത് കള്ളത്തരമാണെന്ന് മനസ്സിലാവാണ്ട്. അതോടുകൂടി സൂര്യ ഒച്ച എടുക്കുകയാണ്, ഇത് എന്ത് ചീറ്റിംഗ് കളിയാണ്, ഇത് കള്ളത്തരമാണ്, ഞാൻ കളിക്കാൻ റെഡി ആയിട്ടില്ല, പിന്നെ എങ്ങനെയാണ് എന്നെ ഔട്ടാക്കുക. ഹരിതയും രഞ്ജിത്ത് പറയണം, അത് എൻ്റെ മിസ്റ്റേക്ക് അല്ലല്ലോ, കാരണം എനിക്ക് എറിയാനുള്ള അവസരം ഒരുക്കി തന്നത് ഈ നിൽക്കുന്ന വിജയൻ അളിയൻ തന്നെയല്ലേ, അളിയൻ സമ്മതിച്ചത് കൊണ്ടാണ് ഞാൻ എറിഞ്ഞത്, പിന്നെ എങ്ങനെയാണ്, ഇത് എൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. അപ്പോൾ സൂര്യ ചോദിക്കുകയാണ്, അളിയൻ എന്ത് പരിപാടിയാണ് കാണിച്ചത്, കളിക്കാൻ റെഡി ആവാതെയല്ലേ നിന്ന് തരുന്നത്, പിന്നെ എന്തിനാണ് സിഗ്നൽ കൊടുത്തത്, അത് പിന്നെ അളിയ ഞാൻ സിഗ്നൽ കൊടുത്തിട്ടില്ല, അളിയൻ തന്നെയല്ലേ എനിക്ക് സിഗ്നൽ തന്നത്, അതുകൊണ്ടല്ലേ സൂര്യക്ക് ഞാൻ ബൗൾ എറിഞ്ഞു കൊടുത്തത് എന്ന് പറഞ്ഞ് തട്ടിക്കയറാൻ നിൽക്കാൻ കേട്ടോ രഞ്ജിത്തും ഹരിതയും. അതോടുകൂടി സൂര്യക്ക് കാര്യം മനസ്സിലാവാണ്. അപ്പോൾ പത്മ അങ്ങ് പറയുകയാണ്, നീ വെറുതെ ഒച്ച എടുക്കേണ്ട സൂര്യ, നീ തന്നെയാണ് തോറ്റത്, രഞ്ജിത്ത് ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല, കളിക്കുന്ന സമയത്ത് നീ ശ്രദ്ധയില്ലാതെ നിന്നത് രഞ്ജിത്തിൻ്റെ മിസ്റ്റേക്ക് അല്ലല്ലോ, പിന്നെ വിജയൻ സിഗ്നൽ കൊടുക്കുകയും ചെയ്തു, പിന്നെ രഞ്ജിത്ത് എന്ത് ചെയ്യാനാണ്, നീയല്ലേ ശ്രദ്ധിച്ച് കളിക്കേണ്ടത്, നീ തന്നെയാണ് തോറ്റത് സമ്മതിക്കാനുള്ള മനസ്സാണ് ആദ്യം വേണ്ടത്, അല്ലാതെ ഇങ്ങനെ തർക്കിച്ച്
വിഷമിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് പറയട്ടെ. അതോടുകൂടി സൂര്യക്ക് ദേഷ്യം പിടിച്ചിട്ട് ബാറ്റും സ്റ്റെമ്പും ഒക്കെ ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചിട്ട് നേരെ അകത്തേക്ക് പോവാണ്. അപ്പോൾ യതീന്ദ്രനും കൂടെ ചെല്ലുകയാണ്. സൂര്യ നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ എന്ന് പറയുമ്പോൾ അച്ഛൻ കണ്ടതല്ലേ, അവരവിടെ കള്ളത്തരം കാണിച്ചത് അച്ഛൻ കണ്ടതല്ലേ, ഞാൻ കളിക്കാൻ റെഡി ആവാതെ നിൽക്കുന്ന സമയത്ത്, ഞാൻ എൻ്റെ ബാറ്റ് റെഡിയാക്കുന്ന സമയത്താണോ അവനിങ്ങനെ എറിയേണ്ടത്? ഇത് കള്ളത്തരമല്ല, ഇങ്ങനെ കള്ളത്തരത്തിലൂടെ ജയിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞതാണ് രഞ്ജിത്ത് ഒരു കള്ളനാണെന്നുള്ളത്, പക്ഷെ നിങ്ങൾ ആരും അത് വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ കളിയിൽ പോലും അവൻ കള്ളത്തരം കാണിക്കുന്നത് കണ്ടില്ലേ, ഇതെങ്ങനെ വിട്ടുകൊടുക്കാനാണ്? എന്നിട്ട് പത്മ മേഡത്തിൻ്റെ ഒരു ഉപദേശവും എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇതിങ്ങനെ കളിയിൽ പോലും കള്ളത്തരം കാണിച്ച് ജയിക്കാൻ വേണ്ടി നോക്കുമ്പോൾ അവൻ എങ്ങനെയാണ് വേദയെ നമ്മൾ കൈപിടിച്ച് കൊടുക്കുക? അവനിൽ എന്തൊക്കെയോ കള്ളത്തരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും അത് വിശ്വസിക്കില്ല. ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ തന്നെ കാണിച്ചു തന്നത് കണ്ടില്ലേ, അവൻ കളിയിൽ പോലും കള്ളത്തരം കാണിക്കുന്നു. അവൻ നാളെ ജീവിതത്തിലും എന്തെല്ലാം കള്ളത്തരം കാണിക്കും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ യതീന്ദ്രൻ സൂര്യയെ ആശ്വസിപ്പിക്കാൻ നോക്കുകയാണ്. എനിക്ക് മനസ്സിലായി സൂര്യ, നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, എന്തായാലും ഇത് കളിയല്ലേ, നീ വിട്ടേക്കും, നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോകാനുള്ളതല്ലേ, നീ ഇങ്ങനെ ദേഷ്യപ്പെടാതിരിക്കുക എന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും പത്മ വരികയാണ്. എന്നിട്ട് പത്മ പറയണ, ഒരു നിസാര കളിക്ക് പോലും നീ ദേഷ്യപ്പെടുന്നു, അത് വിട്ടുകൊടുക്കാനുള്ള മനസ്സ് നിനക്കില്ല, നീയാണ് തോറ്റത് എന്നുള്ളത് നിനക്ക് സമ്മതിച്ചു കൊടുക്കാൻ വയ്യ, നിനക്ക് എല്ലായിടത്തും ജയിച്ചു നിൽക്കണം, എന്നിട്ട് കളിയിൽ ഞങ്ങൾ എല്ലാവരും കാണുകയാണല്ലോ നീ തോറ്റത്, എന്നിട്ട് അത് നിനക്ക് സമ്മതിക്കാൻ വയ്യ, നീ വെറുതെ എന്തിനാണ് പ്രശ്നമുണ്ടാക്കുന്നത്? രഞ്ജിത്തിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല, നിന്റെ ഭാഗത്താണ് എല്ലാ തെറ്റുകളും, എന്നിട്ട് ഇങ്ങനെ ബഹളം വെക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞ് പത്മ സൂര്യയെ കുറ്റപ്പെടുത്തുക കേട്ടോ. അപ്പോഴും ദേഷ്യം വരികയാണ് സൂര്യക്ക്. നിങ്ങൾ കൂടുതൽ സംസാരിക്കേണ്ട, ഇതിൽ ആരാണ് ചതി ചെയ്തത് എന്നുള്ളത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്, ആരാണ് കള്ളത്തരം കാണിച്ചത് എന്നുള്ളത് ശരിക്കും മനസ്സിലാകുന്നുണ്ട്. ഞാൻ കളിയിൽ ശ്രദ്ധിക്കാതെ ബാറ്റ് നോക്കി നിൽക്കുന്ന സമയത്താണോ കള്ളത്തരത്തിലൂടെ ബൗൾ എറിഞ്ഞ് എന്നെ തോൽപ്പിക്കുക? ഇത് എന്ത് കളിയാണ്? കളിയാണെങ്കിലും ഒരു മാന്യത വേണ്ടേ എന്ന് പറഞ്ഞ് സൂര്യ അങ്ങ് ദേഷ്യപ്പെടാണ്ട്. അപ്പോൾ സൂര്യയെ വീണ്ടും പത്മയാണ് കുറ്റപ്പെടുത്തുന്നത്. അപ്പോഴത്തേക്കും രഞ്ജിത്ത് വരികയാണ്. എന്നിട്ട് രഞ്ജിത്ത് അഭിനയിച്ചുകൊണ്ട് പറയാണ്, സൂര്യ എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് ഉണ്ടായത്, സോറി, എനിക്കാണ് അബദ്ധം പറ്റിയത് സൂര്യ, ഞാൻ അറിയാതെ ബൗൾ എറിഞ്ഞു പോയതാണ്, സൂര്യ ശ്രദ്ധിക്കാതെ നിൽക്കുകയാണെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ അപ്പോഴത്തേക്കും ബൗൾ എറിഞ്ഞു, എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് സൂര്യ, എന്നോട് ക്ഷമിച്ചേക്ക് എന്ന് പറഞ്ഞ് രഞ്ജിത്ത് കൈകൊണ്ട് ഇങ്ങനെ മാപ്പ് ചോദിക്കുന്നത് പോലെ അങ്ങ് കാണിക്കാൻ കേട്ടോ. അതോടുകൂടി സൂര്യ പിന്നെ ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ രഞ്ജിത്ത് സോറി പറഞ്ഞ ശേഷം അങ്ങ് പോവുകയാണ്. അപ്പോൾ അത് കാണുന്ന പത്മ പറയുകയാണ്, കണ്ടില്ലേ അവൻ്റെ നല്ല മനസ്സ് കണ്ടില്ലേ, അവന് ഒരു തെറ്റും പറ്റിയിട്ടില്ല, എന്നിട്ട് പോലും സൂര്യയോട് മാപ്പ് പറയാനുള്ള അവൻ്റെ മനസ്സ് കണ്ടില്ലേ, ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് കരുതി അവൻ്റെ നല്ല മനസ്സുകൊണ്ടാണ് അവനിപ്പോൾ മാപ്പ് പറഞ്ഞത്, അല്ലെങ്കിൽ അവന് മാപ്പ് പറയേണ്ട ഒരാവശ്യവുമില്ല, നീയാണ് കള്ളത്തരം കാണിച്ചത്, നീയാണ് തോറ്റത്, എന്നിട്ട് പോലും അവന് കണ്ടില്ലേ നിന്നോട് വന്ന് മാപ്പ് ചോദിക്കുന്നു, അത്രയും നല്ല മനസ്സാണ് രഞ്ജിത്തിൻ്റേത്, അങ്ങനെയാണ് എൻ്റെ ഏട്ടൻ അവനെ വളർത്തിയത്, അനൊന്നിനെ വളർത്തി വലുതാക്കി, എന്ത് കാര്യമാണുള്ളത്, എപ്പോഴും വഴക്കുണ്ടാക്കാൻ മാത്രം ഒരു കുറവുമില്ല എന്ന് പറഞ്ഞ് സൂര്യയെ വീണ്ടും പത്മ കുറ്റപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പോൾ യതീന്ദ്ര പറയണേ, പത്മ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, ആരുടെ ഭാഗത്താണ് തെറ്റുപറ്റിയത് എന്നുള്ളതൊക്കെ ശരിക്കും മനസ്സിലാകുന്നുണ്ട്, നീ കൂടുതൽ സംസാരിക്കാതെ നീ പോകുന്നുണ്ടോ എന്ന് ചോദിക്കട്ടെ. അങ്ങനെ പത്മ വീണ്ടും സൂര്യയെ കുറ്റപ്പെടുത്തിയിട്ടാണ്, സൂര്യയാണ് തെറ്റ് ചെയ്തത്, സൂര്യയാണ് തോറ്റത് എന്നുള്ള ഭാവത്തിൽ സംസാരിച്ചിട്ടാണ് കേട്ടോ പത്മ പോകുന്നത്. അതോടുകൂടി സൂര്യക്ക് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ, രഞ്ജിത്താണ് ശരിക്കും കള്ളത്തരം കാണിച്ചത് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ സങ്കടവും ദേഷ്യവും ഒക്കെ സൂര്യക്ക് വരുന്നുണ്ട്. അങ്ങനെ സൂര്യ കാർ എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ദേഷ്യം പിടിച്ച് പുറത്തേക്ക് പോവാൻ കേട്ടോ. എന്നിട്ട് കാർ ഒരു ഭാഗത്ത് നിർത്തിയ ശേഷം ഇതിനെക്കുറിച്ച് തന്നെ സൂര്യയുടെ മനസ്സിലേക്ക് ഓർമ്മ വരികയാണ്. കള്ളത്തരത്തിലൂടെ രഞ്ജിത്ത് എല്ലാവർക്കും മുന്നിൽ ജയിച്ചതും ഹരിത കൂടുതൽ സംസാരിച്ച് എല്ലാവർക്കും മുന്നിൽ സൂര്യയെ നാണം കെടുത്തിയതും എല്ലാം തന്നെ സൂര്യക്ക് ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടോ. അങ്ങനെ സൂര്യ ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ കാറിൻ്റെ സ്റ്റെയറിങ്ങിലൊക്കെ അടിക്കുകയാണ്. ഇവരുടെ കള്ളത്തരം ഇവരെന്താ മനസ്സിലാക്കാത്തത്? ഇവർ ഹരിതയും രഞ്ജിത്തും ഒരേപോലെ തന്നെയാണ്. ഇവർ രഞ്ജിത്ത് മയത്തിൽ നിന്ന് എല്ലാവരുടെയും മുന്നിൽ മയത്തിൽ നിന്ന് നല്ലവനായിട്ട് അഭിനയിക്കുകയാണ് എന്നുള്ളതൊക്കെ സൂര്യയ്ക്ക് മനസ്സിലാവുകയും മറ്റുള്ളവരത് മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ സങ്കടവും ദേഷ്യവും ഒക്കെ സൂര്യയ്ക്ക് വരികയാണ്. വിവേകിനെ ഫോൺ വിളിക്കുകയാണ്. എന്നിട്ട് നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, എങ്കിൽ നീ എത്രയും പെട്ടെന്ന് ഞാൻ കുടിക്കുന്ന ബ്രാൻഡ് വാങ്ങിയിട്ട് നീ എത്രയും പെട്ടെന്ന് ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് നീ എത്തണം. എന്തു പറ്റി സൂര്യ, നീ കുടിച്ചാലുണ്ടാകുന്ന പ്രശ്നം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ, നന്ദിനിയും അതുപോലെ ചെയ്യും, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമില്ല, നീ ഞാൻ പറഞ്ഞത് ആദ്യം അങ്ങ് അനുസരിച്ചാൽ മതി വിവേക്, നീ എത്രയും പെട്ടെന്ന് ഞാൻ കുടിക്കുന്ന ബ്രാൻഡുമായിട്ട് എൻ്റെ മുന്നിൽ എത്തിയിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് ഫോൺ വെക്കാൻ കേട്ടോ. അതോടുകൂടി വിവേക് ഇവനിത് എന്തു പറ്റി, പെട്ടെന്നിപ്പോൾ കുടിയൊക്കെ നിർത്തിയതാണല്ലോ, എന്നിട്ടിപ്പോൾ എന്താ ഉണ്ടായതാണാവോ എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ സൂര്യയുടെ അടുത്തേക്ക് സൂര്യ കുടിക്കുന്ന ആ ബ്രാൻഡുമായിട്ട് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് സൂര്യയ്ക്ക് ഇത് കൊടുക്കുകയാണ്. എന്നിട്ട്
നീ എന്താ ഈ കാണിക്കാൻ പോകുന്നു, നീ ഇത് കുടിക്കാൻ നിൽക്കണ്ട, നന്ദിനി അറിഞ്ഞാൽ ഇത് പ്രശ്നമാവും, നന്ദിനി പറഞ്ഞതല്ലേ, നീ പിന്നെ ഇത്രയും ദിവസം കുടിക്കാതിരുന്നിട്ട് ഇപ്പം എന്തിനാണ് നീ ഇപ്പോൾ കുടി തുടങ്ങുന്നത് വീണ്ടും, എന്നെ ദേഷ്യം പിടിപ്പിക്കേണ്ട, മര്യാദയ്ക്ക് നീ അതുങ്ങ് തന്നോ, ഞാൻ കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഒരു കൊലപാതകയായി മാറും, എന്താ ഉണ്ടായത് എന്ന് പറയൂ സൂര്യ. അങ്ങനെ സൂര്യ ആ കള്ളുകുപ്പി വാങ്ങിച്ചിട്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കുടിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, ഇന്നിപ്പോൾ വീട്ടിലൊരു സംഭവം ഉണ്ടായി, യുഎസിൽ നിന്നും വന്നിട്ടില്ലേ കുറച്ച് പേര്, ആ രഞ്ജിത്ത് എന്ന് പറഞ്ഞവനെ എനിക്ക് കണ്ടപ്പോഴേ ഒരു കള്ള ലക്ഷണം എനിക്ക് തോന്നിയതാണ്, അവൻ്റെ ആ നയവും അവൻ്റെ സംസാരവും അവൻ്റെ വിനയവും ഒക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അവനൊരു ഫ്രോഡാണെന്നുള്ളത്. അതിപ്പോൾ ഇന്ന് അവൻ തെളിയിച്ചു, എല്ലാവർക്കും മുന്നിലാണ് അവനത് തെളിയിച്ചത്. പക്ഷേ അവരാരും അത് വിശ്വസിക്കുന്നില്ല. എന്നിട്ട് കള്ളത്തരം കാണിച്ച് ഞാനാണ് തെറ്റ് ചെയ്തത് എന്നാണ് വരുത്തി തീർക്കുന്നത് എന്ന് പറഞ്ഞ് വിവേകിനോട് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ സൂര്യ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അത് കേട്ടതോടുകൂടി വിവേകിനും ദേഷ്യം പിടിക്കുകയാണ്. അത് ശരി, നിന്നെ ക്രിക്കറ്റിൽ ആർക്ക് തന്നെയും എന്ത് കള്ളത്തരം കാണിച്ചാലും നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല, എന്നിട്ട് അവൻ ഇങ്ങനെ ഒരു കള്ളത്തരം കാണിക്കുകയെ, അതും എല്ലാവരും കാണുക ഇതാണ് ചെയ്തതെങ്കിൽ, എന്നിട്ട് എന്താ അവരാരും അത് മനസ്സിലാക്കാത്തത്, എന്നിട്ടും രഞ്ജിത്തിനെ അല്ലല്ലോ ആരും കുറ്റപ്പെടുത്തുന്നത്, നിന്നെയാണല്ലോ, അതെന്താ സൂര്യ അങ്ങനെ. അപ്പോൾ സൂര്യ പറയണം, അത് തന്നെയല്ലേ ഞാൻ നിന്നോട് പറയുന്നത്, അവൻ്റെ വിനയവും അവൻ്റെ ഒരു സംസാരവും ഒക്കെ കാണിച്ച് അവൻ എല്ലാവരെയും കയ്യിലെടുത്തിരിക്കുകയാണ്, ഞാനാണെങ്കിൽ ദേഷ്യപ്പെടുകയുമല്ലേ, പക്ഷേ ശരിക്കുള്ള സ്വഭാവം വെച്ച് ഞാൻ അവനെ കൊല്ലാനുള്ള ദേഷ്യമാണ് വന്നത്, അത്രയ്ക്ക് വലിയ ചതിയാണ് അവൻ കാണിച്ചത്, ഞാൻ ശ്രദ്ധയില്ലാതെ ഞാൻ കളിക്കാൻ ഒരുങ്ങാതെ അവിടെ നിൽക്കുന്ന സമയത്താണ് അവൻ വെറും കള്ളത്തരം കാണിച്ച് എന്നെ ഔട്ടാക്കിയത്, അത് കണ്ടുകൊണ്ട് നിൽക്കുന്നവരെല്ലാവരും രഞ്ജിത്തിനെ സപ്പോർട്ടും ചെയ്യുന്നു, അത് കാണുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്. എന്നിട്ട് അവൻ്റെ ഒരു അഭിനയം, എൻ്റെ അടുത്ത് വന്ന് അവനൊരു സോറി പറയൽ, എല്ലാം കാണിച്ചു വെച്ച് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചതി ചെയ്തതും പോരാ, എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് ഒരു സോറി പറച്ചിലും, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് നല്ല ദേഷ്യമാണ് വരുന്നത്. അല്ലെങ്കിൽ ഇത് കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ തന്നെ നിയന്ത്രണം വിട്ടുപോകും. അവൻ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു കാര്യം ഒരുക്കിയത്. എല്ലാവരും കൂടി നിശ്ചയത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാനൊരുങ്ങുമ്പോൾ ഒരു ചെറിയ സമയത്തിനുള്ളിലാണ് അവൻ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. അവൻ തന്നെയാണ് കളിക്കണമെന്ന് പറഞ്ഞതും എന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടാക്കിയതും എല്ലാവർക്കും മുന്നിൽ ഞാൻ തെറ്റുകാരനാണെന്നും അവൻ നല്ലവനാണെന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെ ഒരു കളി കളിച്ചത് തന്നെ. ഞാൻ എടുത്തു ചാടുമെന്നുള്ളത് അവന് നന്നായിട്ട് അറിയാലോ. അവനാണെങ്കിലോ നയത്തിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുകയാണ്. എല്ലാവർക്കും മുന്നിൽ അവൻ നല്ലവനാണെന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അവൻ ഏതുവരെ പോകുമെന്നുള്ളത് ഞാനൊന്ന് നോക്കട്ടെ. ഞാൻ എന്തായാലും അവൻ്റെ ഓരോ കള്ളത്തരവുമായി ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നൊക്കെ വിവേകിനോട് സൂര്യ പറയട്ടെ. ഈ സമയം വിവേകത്തിൻ്റെ അടുത്തേക്ക് നന്ദിനി വരികയാണ്. എന്നിട്ട് നന്ദിനി രഞ്ജിത്തിനോട് സോറി പറയുകയാണ് കേട്ടോ. അങ്ങനെ രഞ്ജിത്തും നന്ദിനിയും കൂടി സംസാരിക്കുന്നത് ഇന്ദ്രജയും വേദയും ഒളിഞ്ഞു നിന്ന് കാണുന്നുണ്ട്. ഇവളെന്തിനാണ് രഞ്ജിത്തിനോട് സംസാരിക്കുന്നത് എന്ന് കേൾക്കാൻ വേണ്ടി. അങ്ങനെ നന്ദിനി പറയാണ് രഞ്ജിത്തിനോട്, സൂര്യ സാറിന് കുറച്ച് എടുത്തുചാട്ടവും ദേഷ്യവും കൂടുതലാണ്. എന്തായാലും എൻ്റെ പേരിലാണെങ്കിലും സൂര്യ സാറ് ഒരിക്കലും രഞ്ജിത്ത് സാറിനോട് ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. കളിയുടെ പേരിലാണെങ്കിലും ഒരിക്കലും സൂര്യ സാറ് രഞ്ജിത്ത് സാറിനോട് ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് സൂര്യ സാറിന് വേണ്ടി ഞാൻ രഞ്ജിത്ത് സാറിനോട് ക്ഷമ ചോദിക്കുന്നു, സോറി എന്ന് പറഞ്ഞ് നന്ദിനി കൈകൂപ്പിക്കൊണ്ട് രഞ്ജിത്തിനോട് സോറി പറയട്ടോ. അപ്പോൾ രഞ്ജിത്ത് പറയണേ, എന്തിനാണ് നന്ദിനി എന്നോട് സോറി പറയുന്നത്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കറിയാലോ സൂര്യയുടെ സ്വഭാവം. അല്ല, ഞങ്ങളെല്ലാവരും കാണുക തന്നെയായിരുന്നു കളി. സൂര്യ സാറ് ശ്രദ്ധിക്കാതെ നിൽക്കുന്ന സമയത്താണ് രഞ്ജിത്ത് സാറ് ബൗൾ എറിഞ്ഞ് സൂര്യ സാറിനെ ഔട്ടാക്കിയത്. അതുകൊണ്ടാണ് സൂര്യ സാറ് രഞ്ജിത്ത് സാറിനോട് ദേഷ്യപ്പെട്ടത്. അപ്പോൾ രഞ്ജിത്ത് പറയണ, അത് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഒരു തെറ്റ് തന്നെയാണ്, അതിന് ഞാൻ സൂര്യയോട് മാപ്പ് പറഞ്ഞതാണ്. സൂര്യയോട് ചോദിച്ചു നോക്ക്, ഞാൻ സൂര്യയോട് മാപ്പ് പറഞ്ഞിട്ടുണ്ട് എന്ന് രഞ്ജിത്ത് നന്ദിനിയോട് പറയട്ടോ. അങ്ങനെ നന്ദിനി രഞ്ജിത്ത് സാറിനോട് എന്തിൻ്റെ പേരിലാണെങ്കിലും സൂര്യ സാറ് ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു. സൂര്യ സാറിന് വേണ്ടി ഞാൻ രഞ്ജിത്ത് സാറിനോട് മാപ്പ് ചോദിക്കുന്നു, സോറി എന്ന് പറഞ്ഞ ശേഷമാണ് നന്ദിനി പോകുന്നത്. അങ്ങനെ രഞ്ജിത്ത് നന്ദിനിയോട് പറയുന്നുണ്ട്, എന്നോട് സോറി ഒന്നും പറയേണ്ട നന്ദിനി, നന്ദിനി എന്തായാലും നന്ദിനിയുടെ ജോലി ചെയ്തോ, പൊയ്ക്കോ എന്ന് പറഞ്ഞ് നന്ദിനിയെ പറഞ്ഞു വിടാൻ കേട്ടോ. അങ്ങനെ നന്ദിനി പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വേദയും ഇന്ദ്രജയും അവിടെ നിന്ന് അങ്ങ് മാറി നിൽക്കാൻ കേട്ടോ. എന്നിട്ട് ഇന്ദ്രജയോട് പറയാണ്, അവൾക്ക് ഇത്രയ്ക്ക് ധൈര്യമോ രഞ്ജിത്തിനെ കണ്ട് സംസാരിക്കാനും? അതും പോരാഞ്ഞിട്ട് അവൾ രഞ്ജിത്തിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിരിക്കുന്നു. ഒരു ശ്രദ്ധിക്കാതെ നിന്ന സമയത്താണ് രഞ്ജിത്ത് ബൗൾ എറിഞ്ഞത് എന്ന്, അവൾക്ക് ഇത്രയ്ക്ക് ധൈര്യമോ എന്നൊക്കെ പറഞ്ഞ് വേദ ഇന്ദ്രജയോട് സംസാരിക്കുമ്പോൾ ഇന്ദ്രജയ്ക്ക് നല്ല ദേഷ്യം പിടിക്കാണ്ടോ. എന്നിട്ട് ഇന്ദ്രജ പറയണേ, ഇതിന് ഞാൻ തന്നെ ഒരു തീരുമാനം എടുത്തോളാം, നീ എന്തായാലും രഞ്ജിത്തിനെയും കൂട്ടി താഴേക്ക് പോയിക്കോ, നമുക്ക് ഡ്രസ്സ് എടുക്കാൻ പോവാനുള്ളത്, ഞാൻ എന്തായാലും നന്ദിനിയെ കണ്ട് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് വേദയെ രഞ്ജിത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കാം കേട്ടോ. എന്നിട്ട് ഇന്ദ്രജ നന്ദിനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്.
പറയുകയാണ്. എന്നിട്ട് രഞ്ജിത്ത് ഫോണിലിരുന്ന് ഓരോന്ന് ചെയ്യുന്ന സമയത്ത് വേദ ചെല്ലുകയാണ്. അല്ല, ഇവിടെ ഇരിക്കുകയാണോ? നമുക്ക് പോവേണ്ടേ? ഡ്രസ്സ് എടുക്കാൻ പോവേണ്ടേ? അതിനെന്താ, എൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടല്ലോ, എങ്കിൽ വാ നമുക്ക് പോവാമെന്ന് പറഞ്ഞ് വേദ രഞ്ജിത്തിനെയും കൊണ്ട് താഴേക്ക് ഇറങ്ങി പോവാൻ കേട്ടോ. എന്നിട്ട് നന്ദിനി റൂമിലിരിക്കുന്ന സമയത്ത് ഇന്ദ്രജ ചെന്ന് ദേഷ്യപ്പെടുകയാണ്. നിനക്ക് ഇത്രയ്ക്ക് ധൈര്യം മൂടി? എന്താ മേഡം, എന്താ ഞാൻ എന്താ ചെയ്തത്? നീ ഒന്നും ചെയ്തില്ലേടി. നീ എന്തിനാടി എൻ്റെ അമ്മാവൻ്റെ മോനുമായിട്ട് നീ സംസാരിച്ചത്? നീ ആരാടി രഞ്ജിത്തിനോട് സംസാരിക്കാൻ? നീ ഈ വീട്ടിലെ വെറും ഒരു വേലക്കാരിയാണ്. സൂര്യൻ നിന്നെ തലയിൽ കൊണ്ട് നടക്കുന്നുണ്ടാവും, സൂര്യയുടെ ഭാര്യയാണെന്നും പറഞ്ഞ്. പക്ഷേ ഞങ്ങളാരും നിന്നെ ഈ വീട്ടിലെ ഒരംഗമായിട്ട് പോലും കരുതിയിട്ടില്ല. നീ ഈ വീട്ടിലെ വെറും ഒരു വേലക്കാരിയാണ്. എൻ്റെ അമ്മ എന്നാണോ നിന്നെ അംഗീകരിക്കുന്നത് അതുവരെ ഈ വീട്ടിലുള്ള ആര് തന്നെയും നിന്നെ അംഗീകരിക്കില്ല. അല്ലാതെ സൂര്യ പലതും പറയും, അവൻ്റെ ഭാര്യയാണെന്നും ഈ വീട്ടിലെ മൂത്ത മരുമകളാണെന്നും അങ്ങനെ പലതും പറയും എന്ന് കരുതി നീ ആ അധികാരമൊന്നും ഇവിടെ എടുക്കാൻ നിൽക്കണ്ട. നീ എന്ത് ധൈര്യത്തിലാടി രഞ്ജിത്തുമായി സംസാരിച്ചത്? നീ ആരാടി രഞ്ജിത്തിനോട് സംസാരിക്കാൻ? അത് പിന്നെ മേഡം, ഞാൻ രഞ്ജിത്ത് സാറിനെ കണ്ട് സംസാരിച്ചത് കളിയുടെ പേരിൽ ഒരു സാറ് രഞ്ജിത്ത് സാറിനോട് ഒരുപാട് ദേഷ്യപ്പെട്ടില്ലേ, അതിന് ഞാൻ മാപ്പ് പറയാൻ പോയതാണ്. നീ ആരാടി എൻ്റെ അമ്മാവൻ്റെ മോനോട് മാപ്പ് പറയാന്? സൂര്യയും രഞ്ജിത്തും ഈ വീട്ടിലെ ബന്ധുക്കളാണ്. അവർ രണ്ടുപേരും പല പ്രശ്നങ്ങളും ഉണ്ടാവും, അത് അവർ പരിഹരിക്കുകയും ചെയ്യും. പിന്നീട് അവർ ഫ്രണ്ട്സുകളാവുകയും ചെയ്യും, എല്ലാം ചെയ്യും. അതിലൊക്കെ ഇടപെടാൻ നീ ആരാടി? നീ ഈ വീട്ടിലെ വെറും ഒരു വേലക്കാരിയാണ്. നിനക്കിതിൽ ഇടപെടാനുള്ള എന്ത് അധികാരമാണുള്ളത്? നീ എന്തിനാണ് രഞ്ജിത്തിനെ കണ്ട് സംസാരിക്കുന്നത്? ഇതെങ്ങാനും അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ എന്താ ഉണ്ടാവുക എന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് മേലിൽ രഞ്ജിത്തിനോട് സംസാരിക്കുകയോ നീ അടുത്തേക്ക് ചെല്ലുകയോ ചെയ്താലുണ്ടല്ലോ ഞങ്ങളുടെ സ്വഭാവം മാറും എന്ന് പറയുമ്പോൾ നന്ദിനിയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ് കേട്ടോ. സോറി മാഡം, ഇനി ഞാൻ ഒരിക്കലും ഈ തെറ്റ് ആവർത്തിക്കില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ആയാൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് ഇന്ദ്രജ് അങ്ങ് പോവാൻ കേട്ടോ. അതോടുകൂടി നന്ദിനിയുടെ കണ്ണുകളൊക്കെ നിറയുകയാണ്. അങ്ങനെ നന്ദിനി വിഷമിച്ച് അവിടെ അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയം എല്ലാവരും കൂടി പോവാൻ ഒരുങ്ങുകയാണ്. ഏതൊക്കെയുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കടയിലേക്ക് പോവാൻ ഒരുങ്ങാണ്. ഇതിനെക്കുറിച്ചുള്ള ബാക്കി റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം.